വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി എല്ലാ ഷാലോം പ്രേക്ഷകർക്കും വചനാഗ്നി ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ചിന്ത യേശു അകത്തോ പുറത്തോ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 1 മുതലുള്ള ഏതാനും വാക്യങ്ങൾ വായിക്കുകയാണ്. അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേര് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളത് തിരിച്ചറിയുന്നു. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കല്ലറയുടെ സമീപത്തേക്ക് അതിരാവിലെ തന്നെ കടന്നു ചെന്ന ആ സ്ത്രീകളുടെ അടുക്കൽ 2 ദൈവദൂതന്മാർ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം, അവൻ ഇവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടുവെങ്കിൽ, അങ്ങനെ ഉയർപ്പിക്കപ്പെട്ട യേശു ഇപ്പോൾ ഇന്ന് എവിടെയാണ് വസിക്കുന്നത്? അതിനാണ് നമ്മൾ ഈ ഒരു അരമണിക്കൂർ സമയത്തെ ഈ തിരുവചന ധ്യാനത്തിൽ യേശു ഇന്ന് ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത് എന്നുള്ളതിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു എന്ന് കേൾക്കുമ്പോൾ, ദൈവമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഏറിയ പങ്കാൾക്കാരും ഈശോ എന്ന് കേൾക്കുമ്പോൾ, ദൈവമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയൊക്കെ അങ്ങ് മുകളിലേക്ക് പോകും, ആകാശത്തിലേക്ക് പോകും. കാരണം എന്താ? നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ അങ്ങനെ ഒരു ചിന്ത കിടപ്പുണ്ട്. ദൈവം മുകളിലുള്ള ആകാശത്തിനും അപ്പുറത്തുള്ള സ്വർഗത്തിൽ എവിടെയോ ആണ് ദൈവം വസിക്കുന്നത് എന്ന് നമുക്കൊരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്, ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ കേട്ട് പരിശീലിച്ചിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത മുകളിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത പോകുന്നത് ഈശോ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ദേവാലയത്തിൻ്റെ അകത്തേക്ക് നമ്മുടെ ചിന്ത പോകാറുണ്ട്. അവിടെ സക്രാരിയിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ വസിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇനി അതും കഴിഞ്ഞെന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിനകത്തുള്ള പ്രാർത്ഥനാമുറിയിലെ ഭിത്തിയിൽ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഏതെങ്കിലും ഈശോയുടെ ഒരു ചിത്രത്തിലേക്കായിരിക്കും നമ്മുടെ ചിന്ത പോകുന്നത്. അപ്പോൾ ഒന്നുകിൽ മുകളിലേക്ക്, അല്ലെങ്കിൽ ഭിത്തിമേലേക്ക്, അങ്ങോട്ടൊക്കെയാണ് നമ്മുടെ ചിന്ത പോകുന്നത്. എന്നാൽ എത്ര പേർക്ക് യേശു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ഓർമ്മ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ തന്നെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ചിന്തകൾ കടന്നു പോകുന്നുണ്ട്? അപ്പോസ്തലനായ പൗലോസ് തനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടുകളുടെ വെളിച്ചത്തിൽ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത് ശ്രദ്ധിക്കുക.
നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ എടുത്ത് ഇത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രദർ ഇത് കയ്യിൽ നിട്ടതാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. എന്ത് പരീക്ഷിച്ചറിയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കുന്നത് എന്ന് നിങ്ങൾക്കിതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ലേ എന്ന് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഇത് തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടുണ്ടോ? യേശു ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നുവെന്ന ആ പരമമായ സത്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങളിലാണ് നമ്മളിപ്പോഴും കിടക്കുന്നത്. നമ്മൾ പരീക്ഷയിൽ നമ്മൾ വിജയിച്ചവരായി കാണപ്പെട്ടിട്ടില്ല. പരീക്ഷയിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ABCD തറാപ്പറ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസം വളർന്നിട്ടില്ല. ഈ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഈ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് ഒരാശയമല്ല, കേവലം ഒരു ഉപദേശമല്ല, ഒരു തത്വചിന്തയല്ല, മറിച്ച് ഇതൊരു സത്യമാണ്, ഇതൊരു വാസ്തവമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളതൊന്നും പരിശോധിക്കുവാൻ, അങ്ങനെയാണ് പൗലോസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുവിൻ. എങ്ങനെയാണ് നമുക്ക് പരിശോധിച്ചറിയാൻ പറ്റുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ സ്വർണം പണയം വെക്കാനായിട്ട് ബാങ്കിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മളൊരു സ്വർണ്ണ ഉരുപ്പടിയുമായിട്ട് ഒരു മാലയുമായിട്ട് ചെല്ലുകയാണെന്ന് വിചാരിക്കുക. ഇത് അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവർ തൂക്കം നോക്കി നമ്മൾ ആവശ്യപ്പെടുന്ന തുക ഉടനെ ഇങ്ങോട്ട് തന്നുവിടുകയാണോ ചെയ്യുന്നത്? അല്ല. അവരാദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അവരുടെ കൈവശം ഒരു കറുത്ത പരുപരുത്ത ഒരു കല്ല് അവിടെ ഉണ്ടാവും. ആ കല്ലുമേരെ നമ്മൾ കൊണ്ടുപോയി കൊടുത്ത സ്വർണ്ണ ഉരുപ്പടി അവരൊന്ന് ഉരച്ചു നോക്കും. അങ്ങനെ ഉരച്ചു നോക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന സ്വർണ്ണാഭരണം അത് ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ അതിൻ്റെ മാറ്റ് അത് പുറത്തേക്ക് തെളിഞ്ഞു വരും. ആ കല്ലിൽ അത് കാണാൻ തുടങ്ങും. നേരെ മറിച്ച് നമ്മൾ കൊണ്ടുപോയി കൊടുത്ത സ്വർണ്ണ ഉരുപ്പടി അത് സ്വർണം പൂശിയതാണെങ്കിൽ, അകത്ത് ചെമ്പാണിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലോഹമാണിരിക്കുന്നതെങ്കിൽ, ഉരയ്ക്കുമ്പോൾ അകത്തിരിക്കുന്നത് എന്താണോ അതിൻ്റെ ആ വസ്തുവിൻ്റെ മാറ്റായിരിക്കും തെളിഞ്ഞു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു നമ്മളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഉരച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഉരയ്ക്കുമ്പോൾ അറിയാം നമ്മുടെ അകത്തിരിക്കുന്നത് എന്താണെന്ന്. അത് പുറത്തോട്ട് വരും. പലരെയും സംബന്ധിച്ചിടത്തോളം പുറമേക്ക് നല്ല കട്ടിക്ക് സ്വർണം പൂശിയിട്ടുള്ളത് കൊണ്ട് പുറമേക്ക് നോക്കുമ്പോൾ നല്ല തനി തങ്കമാണ്, നല്ല ഒന്നാന്തരം സ്വർണമാണ്. പക്ഷേ ഇച്ചിരി ആഴത്തിൽ, പെട്ടെന്നൊന്നും വരച്ചാലൊന്നും പിടികിട്ടിയെന്ന് വരില്ല. കുറേ കൂടെ ആഴത്തിലൊന്ന് വരച്ചാൽ, ഒന്ന് കുത്തി ഇറക്കിയാൽ അപ്പോൾ ഉള്ളിലിരിക്കുന്നത് പുറത്തേക്ക് വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാസ്തവമായിട്ടും നമ്മൾ നമ്മുടെ കർത്താവുമായിട്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ
ആരും നമ്മളെ കുത്തി മുറിവേൽപ്പിച്ചാലും നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹമല്ലാതെ, അവൻ്റെ മാറ്റല്ലാതെ വേറൊന്നും പുറത്തോട്ട് വരത്തില്ല. നമ്മളെ കുത്തുമ്പോൾ, നമ്മളെ ഉരയ്ക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, മുറിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണോ ഇരിക്കുന്നത് അത് മാത്രമേ പുറത്തോട്ട് വരത്തുള്ളൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്കിതുവരെ ബോധ്യമായിട്ടില്ലേ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താണ് പുറത്തോട്ട് വരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, അവൻ്റെ സ്നേഹം നമ്മിലൂടെ പുറത്തേക്ക് ഒഴുകുന്നില്ല എങ്കിൽ നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെട്ടവരാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മളിപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആ ഒരു തറാപ്പറ നിലവാരത്തിൽ മാത്രം നിൽക്കുന്നവരാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൊളോസ്യോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യമാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ആരും ഇത് അംഗീകരിച്ചില്ലെങ്കിലും ഇതൊരു മഹാസത്യമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. കാരണം എന്താ? യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ട ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തരികയാണ്. ദൈവം വസിക്കുന്നത് എവിടെയാണ്? എൻ്റെ സഹോദര സഹോദരി, നിന്റെ അകത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം മറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു. 1 യോഹന്നാൻ 4:13 ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം നമ്മിലും നാം ദൈവത്തിലും വസിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ തന്നെ നാം ദൈവത്തിലും വസിക്കുന്നു. ഒരു ഫുട്ബോളിനകത്ത് കാറ്റ് നിറഞ്ഞിരിക്കുമ്പോൾ ആ ഫുട്ബോളിനകത്തും വായുവുണ്ട്. എന്നാൽ ഈ ഫുട്ബോൾ ഓടിക്കളിക്കുന്നത് അതൊരു വായുമണ്ഡലത്തിലാണ്. അതിൻ്റെ അകത്തും അതിൻ്റെ പുറത്തും വായു ഉള്ളതുപോലെ തന്നെ നമ്മുടെ അകത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരിക്കുന്നു. എന്നാൽ സർവവ്യാപിയായ ദൈവം, സർവചരാചരങ്ങളിലും നിറഞ്ഞു വസിക്കുന്ന ദൈവം അവിടുന്ന് നമുക്ക് ചുറ്റിലുമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം സകലയിടത്തുമുണ്ട്. അപ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലും വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിച്ചു. ഈ സത്യം നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് യേശു എൻ്റെ ഉള്ളിലുണ്ട്, ജീവിക്കുന്ന ഒരു സാന്നിധ്യമായി എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുന്നിടത്താണ്. ഈ ഒരു വെളിപാട് നമ്മൾ പ്രാപിക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസം അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി, ക്രിസ്തീയ വിശ്വാസം അതിൻ്റെ സകല മഹത്വത്തോടും കൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുക. യേശു ഒരുവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള സത്യം ഒരുവൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ തുടങ്ങും. അവൻ്റെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും. അവൻ്റെ ദർശനങ്ങൾ മാറാൻ തുടങ്ങും. ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ സമീപന രീതികളിൽ പ്രകടമായ വ്യത്യാസം വരാൻ തുടങ്ങും. അപ്പം നമ്മൾ സ്വയം മാറുന്നതല്ല, വാസ്തവത്തിൽ നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ മാറ്റുന്നതാണ്. സുവിശേഷത്തിൻ്റെ സത്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, നമ്മളറിയാതെ നമ്മുടെ ജീവിതം ഒരു രൂപാന്തരപ്പെടലിന് വിധേയമാകാനായിട്ട് തുടങ്ങും.
നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറാനായിട്ട് തുടങ്ങും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായി, നമ്മളറിയാതെ തന്നെ നന്മകൾ ചെയ്തു പോകുന്നവരായി നമ്മൾ മാറാൻ തുടങ്ങും. അതാണ് ഒരുവൻ്റെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. മറിച്ച് നമ്മൾ ക്രിസ്തുവിനെ അവിടെയും ഇവിടെയും മറ്റ് പലയിടങ്ങളിലും മാത്രമാണ് നമ്മൾ കാണുന്നത് എങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടും. എന്നാൽ ദൈവം ഒരുവൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ ആ വ്യക്തി നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് അവൻ നിർബന്ധിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. നമ്മളറിയാതെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറാൻ തുടങ്ങും. അപ്പം നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരറിവെന്ന് പറയുന്നത്, വാസ്തവത്തിൽ ദൈവം നമ്മുടെ കൂടെ, എമ്മാനുവലായ ദൈവം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നരുളി ചെയ്ത കർത്താവ്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകിയ ആ നമ്മുടെ നല്ല ദൈവം, അവൻ ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഏത് പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോവുകയാണെങ്കിലും, ഏത് കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, എത്രമാത്രം ഭാരപ്പെട്ട അവസ്ഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, ഈ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക, ഈ യാത്രയിൽ, ഈ കഷ്ടതയുടെ നാളുകളിൽ, ഈ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ നിങ്ങൾ തനിച്ചല്ല. യേശു നിങ്ങളുടെ കൂടെയുണ്ട്, അത് മറന്നു പോകരുത്. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ ഈ വചനത്തിൻ്റെ വെളിപ്പാട്, ഈ സത്യം കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. യേശു ഒരു സാന്നിധ്യമായി ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു. നിങ്ങളെന്ന വ്യക്തിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഒരു ജീവനുള്ള വ്യക്തിയായി, ജീവനുള്ള ഒരു വ്യക്തിയായി ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. അത് നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ സമയത്തും അത് നിങ്ങൾ അനുസ്മരിച്ചോണം. അത് നിങ്ങളുടെ ഓർമ്മയിൽ വളരെ ബോധപൂർവം നിങ്ങൾ കൊണ്ടുവരണം. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, ഞാൻ തനിച്ചല്ല, ഈ കഷ്ടതയിൽ ഞാൻ തനിച്ചല്ല, ഈ രോഗപീഠകളിൽ, ഈ സാമ്പത്തിക തകർച്ചയുടെ നാളുകളിൽ, ഈ പ്രയാസത്തിൻ്റെ സമയത്ത്, ഈ കടബാധ്യതയുടെ സമയത്ത്, ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുന്ന ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിനോടൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ കർത്താവിനോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനോട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിക്കേ. നാളെ ആ വിഷയത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വാക്യം അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ നിങ്ങളെടുത്ത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂ. യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് പ്രയാസത്തിലൂടെയാണോ കടന്നു പോകുന്നത്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. എൻ്റെ കർത്താവേ, ഞാൻ ഈ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്, ഞാൻ ഈ വേദനയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിനോടൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾ പോലും അറിയാതെ ആ വിഷയത്തിന് ഒരു പരിഹാരം വന്നിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിനോട് ഈ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്, ഇന്നത്തെ ആവശ്യങ്ങളൊന്ന് പറഞ്ഞ്, ഇന്ന് നിങ്ങൾ നേരിടാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിനോടൊന്ന് പറഞ്ഞ്, എത്രയോ മനോഹരമായി ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് എത്രയോ ഭംഗിയായിട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറന്നു പോകരുത്. യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും, ഒരുപക്ഷെ പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോഴും, പല വിധത്തിലുള്ള തെറ്റുകളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോഴും യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ള സത്യത്തെ നിങ്ങൾ
മറന്നു കളയരുത്. നിങ്ങൾ അനുഭവിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല എന്ന് വിചാരിച്ച് യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ള സത്യത്തെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങളെപ്പോലെ ധൈര്യശാലിയായ, നിങ്ങളെപ്പോലെ ശക്തരായ ഒരു വ്യക്തി വേറെ കാണത്തില്ല. യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിവ് കിട്ടുന്ന, ആ വെളിപാട് കിട്ടുന്ന ഒരു വ്യക്തിയെപ്പോലെ, അദ്ദേഹത്തെ പോലെ ഉറപ്പുള്ള, ധൈര്യമുള്ള, തൻ്റെ ഇടമുള്ള മറ്റൊരു വ്യക്തി വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ഞങ്ങൾക്ക് കൂടുതലായി വെളിപ്പെടുത്തി തരണമേ. യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള സത്യത്തെ, ഈ തിരുവചന സത്യത്തെ ഒന്ന് വെളിപ്പെടുത്തി കിട്ടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം എഴുതി. അവൻ പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കുമാറാകട്ടെ. പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയാണ്. കർത്താവിനെ നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെടുത്തി കിട്ടണം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള, അവൻ എവിടെയാണ് വസിക്കുന്നത്, അവൻ എവിടെയാണ് ജീവിക്കുന്നത്, അവൻ എവിടെയാണ് പ്രവർത്തിക്കുന്നത്, അവൻ എങ്ങനെയാണ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടണം. നമ്മളൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് അങ്ങയെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണല്ലോ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ പ്രതിസന്ധിയുടെ നാളുകളിൽ, ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ, ഞങ്ങളുടെ രോഗപീഠകളിൽ, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, ഞങ്ങൾ കടന്നു പോകുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളുടെ നടുവിൽ കർത്താവെ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് കേവലം ഒരാശയമായിട്ടിരിക്കാതെ കർത്താവെ, ആ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ കാതുകളെ ഒന്ന് തുറക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തെ ഒന്ന് തൊട്ട് അറിയുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയോട് ചേർന്ന് നടക്കുമ്പോഴുണ്ടാകുന്ന ആ ദിവ്യമായ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാറ്റിലുമുപരി കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സംവഹിക്കുന്ന അനുഭവം, അങ്ങയുടെ പരിപാലന, അങ്ങയുടെ കരുതൽ, ഞങ്ങളിന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവെ, നിൻ്റെ കരുതൽ കാണുവാനിടയാകട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ജീവനുള്ള ദൈവമേ, ഞങ്ങൾ നേരിടുന്ന സകല വിഷയങ്ങളിലും കർത്താവെ, അങ്ങയുടെ കരുതൽ കാണുവാൻ, അങ്ങയുടെ പരിപാലനം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുൻപോട്ടുള്ള നാളുകളിൽ അങ്ങയോട് ചേർന്ന് നടക്കുവാനായിട്ട് കർത്താവെ, അങ്ങയുടെ കൂടെ വസിച്ച് അങ്ങയുടെ കൂടെ ചേർന്ന് നടക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.